MA ഹിസ്റ്ററി പ്രോഗ്രാമിൻ്റെ തേർഡ് സെമ്മിൻ്റെ പാർട്ടായ പേഴ്സ്പെക്റ്റീവ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ നിർവചനങ്ങൾ. എന്താണ് ഈ മനുഷ്യാവകാശ നിർവചനങ്ങൾ? ഡോക്ടർ ജസ്റ്റിസ് ദുർഗാദാസ് ബസു. ഓരോ വ്യക്തിയും മനുഷ്യ കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ ഒരു പരിഗണനയുമില്ലാതെ ഭരണകൂടത്തിനോ മറ്റു പൊതു അധികാരങ്ങൾക്കോ എതിരായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അവകാശമാണ് മനുഷ്യാവകാശങ്ങൾ. എലിനോർ റൂസ്വെൽറ്റ് മനുഷ്യാവകാശങ്ങൾ ഒരു പ്രത്യേക അവകാശമല്ല, അവ ഒരു ആവശ്യകതയാണ്. അവയില്ലാതെ നാം മനുഷ്യരാകുന്നില്ല. കോഫി അന്നാൻ. നീതി, സമത്വം, സമൃദ്ധി എന്നിവ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയാണ് മനുഷ്യാവകാശങ്ങൾ. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം UDHR 1948. ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR 1948. മനുഷ്യൻ്റെ അന്തർലീനമായ അന്തസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അവകാശങ്ങൾ എന്നതാണ് മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്നത്. ഒരു ലിഖിത ഭരണഘടനയാൽ ഉറപ്പു നൽകപ്പെടുമ്പോൾ മനുഷ്യാവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നു. കാരണം ലിഖിത ഭരണഘടനയാണ് ഭരണകൂടത്തിൻ്റെ അടിസ്ഥാന നിയമം. അതിനാൽ ഒരു നീതിയുക്തമായ സമൂഹം വളർത്തിയെടുക്കുന്നതിനും പ്രാപ്തമാക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വ്യക്തികൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനും അവരുടെ സമൂഹങ്ങളിൽ പൂർണ്ണമായി ഇടപെടാനും ദുർബലരായ ജനവിഭാഗങ്ങളുടെ സംരക്ഷണവും ലംഘനങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും അവർ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ധാർമ്മിക നിലവാരങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ സർക്കാരുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ മനുഷ്യാവകാശങ്ങൾ ആഗോള സ്ഥിരതയ്ക്കും മനുഷ്യ പുരോഗതിക്കും സംഭാവനകൾ നൽകുന്നു. അടുത്ത അധ്യായത്തിൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ സവിശേഷതകൾ നമുക്ക്